നിങ്ങളൊരു പക്ഷേ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ വളരെ സ്നേഹമൊക്കെ ഇങ്ങനെ എന്താ പറയാ കത്തി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കാം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി യാതൊരു പരിഗണനയും തരാതെ ഒരു ദയയും കാണിക്കാതെ നിങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഒരുപാട് കരഞ്ഞ് അല്ലെങ്കിൽ യാചനയോടെ അവരുടെ പിന്നാലെ പോയിട്ടുണ്ടാകും. അവരതൊന്നും മൈൻഡ് ചെയ്യാതെ അവരുടെ വഴിക്ക് പോയി. അങ്ങനെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിരിക്കുന്ന സമയത്ത്, മൂവ് ഓൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ പലർക്കും ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അവരുടെ രണ്ടാം വരവ് എന്ന് പറയുന്നത് മുൻപത്തേതിനേക്കാൾ സ്നേഹത്തോടെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പഴയ കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കുക എന്നുള്ളതാണ്. എന്തിനായിരുന്നു ഞാനും അവരുമായിട്ട് പിരിഞ്ഞത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിൽ ഓർത്തെടുക്കുക. അതായത് വളരെ നിസ്സാരമായ കാര്യത്തിനാണോ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്ന രീതിയിൽ അവർ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നോ, ഇതൊക്കെ ഓർത്തെടുക്കുക. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അനുഭവങ്ങളൊക്കെ വീണ്ടും നേരിടേണ്ടി വരും. അതുപോലെ അവരുടെ തിരിച്ചുവരവിന്റെ ഉദ്ദേശം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അവർക്ക് കുറ്റബോധം വന്നത് കൊണ്ടാണോ, അതോ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും നിങ്ങളെ വിട്ടു പിരിഞ്ഞിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ, ഇനി അതല്ല അവർക്ക് വേറൊരു കൂട്ട് കിട്ടാത്തത് കൊണ്ടാണോ അവരുടെ തിരിച്ചുവരവ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. വീണ്ടും ആ വ്യക്തിയുമായിട്ട് അടുക്കുന്നത് നിങ്ങളുടെ സമാധാനവും സന്തോഷവും നശിപ്പിക്കുമോ എന്നുള്ള കാര്യം നല്ലപോലെ ആലോചിക്കുക. ഇനി അവര് നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് അറിയാൻ വളരെ നല്ലൊരു ഐഡിയ, ആദ്യം തന്നെ അവർ വരുന്ന സമയത്ത് വീണ്ടും കമ്മിറ്റഡ് ആവാതെ അവർ നല്ലൊരു സുഹൃത്തിനെ പോലെ നിങ്ങൾ കൂടെ നിർത്തുക. അതിനുശേഷം നിങ്ങൾ കുറച്ചു കാലം നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. അവരുടെ എന്താ പറയാ മുൻപത്തെ പോലെ തന്നെയാണോ കാര്യങ്ങൾ, ഇതൊക്കെ നോക്കിയതിന് ശേഷം എടുത്തു ചാടാതെ ആലോചിച്ച് തീരുമാനിക്കുക. ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. എന്ത് തന്നെയാണെങ്കിലും നമ്മൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ വേണ്ടേ. ഇങ്ങനെ ഒരു ബന്ധത്തിന്റെ പേരിൽ നമ്മൾ എന്തിനാണ് വെറുതെ സ്വയം ഉരുകി ഇല്ലാണ്ടാവുന്നത്?